ഓക്കെ, ഇനി നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്, ബ്രേക്കും കണ്ടിന്യൂ. ഓക്കെ, ആക്ച്വലി വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നിങ്ങൾ സിയിൽ ഒരു ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? സി പ്രോഗ്രാമിങ്ങിൽ അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് നല്ലതാണോ? ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഗോ ടു യൂഷ്വലി യൂസ്ഡ് വിത്ത് എലോങ് വിത്ത് എ ലേബിൾ അല്ലേ? ഒരു ലേബിളും കൂടി ഉണ്ടാവും. ആ ലേബിള് നമുക്ക് പ്രോഗ്രാമിൻ്റെ അകത്ത് പല സ്ഥലത്തും ഒരു ലേബിൾ കൊടുക്കാം. ഒരു സെക്ഷൻ ഓഫ് കോഡിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, അതിൻ്റെ പേര് കൊടുത്തിട്ട് ടാഗ് ചെയ്ത് വെക്കാം. ഈ സെക്ഷൻ ഓഫ് കോഡിന് ഇതാണ് പേര് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമുക്ക് ഗോ ടു യൂസ് ചെയ്തിട്ട് ആ സെക്ഷനിലോട്ട് ജമ്പ് ചെയ്യാം, റൈറ്റ്? പക്ഷെ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് അത്ര നല്ലതല്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഗോ ടു ക്രിയേറ്റ്സ്, നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടി പറയണേ, ഗോ ടു ക്രിയേറ്റ് സ്പെഗറ്റി കോഡ് എന്ന് പറയും. സ്പെഗറ്റി കോഡ്, സ്പെഗറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സ്പെഗറ്റി കേട്ടിട്ടുണ്ടോ? സ്പെഗറ്റി കേട്ടിട്ടുണ്ടോ? എന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് നൂഡിൽസ് അല്ലേ? നൂഡിൽസ് കേട്ടിട്ടുണ്ടാവല്ലോ. നൂഡിൽസ് തിന്നാറില്ലേ? നല്ല രസമല്ലേ തിന്നാനല്ലേ? നൂഡിൽസ് പോലത്തെ കോഡ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നൂഡിൽസ് നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെ ചൊറഞ്ഞ് വളഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ, സോ നൂഡിൽസ് പോലത്തെ കോഡ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നുണ്ടാവുക? അങ്ങനെ നൂഡിൽസ് പോലത്തെ കോഡ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നുണ്ടാവുക? എന്തെങ്കിലുമൊക്കെ പറയും നിങ്ങൾ. ഇങ്ങനെ അങ്ങ് റെക്കോർഡ് ലെക്ചറാണല്ലോ നല്ലത് നിങ്ങൾക്ക് അല്ലേ? നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യണം. പറയൂ, നൂഡിൽസ് വെറുതെ എന്ത് തമാശ പറഞ്ഞോടെ കുറച്ച്, ബാക്കി റെക്കോർഡ് ചെയ്തിട്ടൊക്കെ അയച്ചാൽ ടീച്ചർ. നൂഡിൽസ് പോലത്തെ കോഡ് ക്രിയേറ്റ് ചെയ്താൽ എന്താ പ്രശ്നം? കുഴഞ്ഞ് മറിഞ്ഞിരിക്കുന്ന കോഡ് ഉണ്ടായാൽ എന്താ പ്രശ്നം? അത്രത്തോളമൊന്നും കോഡിങ് നിങ്ങൾ ചെയ്ത് കാണില്ലായിരിക്കും ജീവിതത്തിൽ. ഒരുപാട് വലിയ കോഡ്, ഒരുപാട് 1000 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ള കോഡ് വരെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവും. അങ്ങനെയുള്ള കോഡൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരിക. വലിയ സൈസ് ഒരുപാട് ലൈൻസ് ഓഫ് കോഡ്, LOC എന്ന് പറയും. ഓക്കെ, ലൈൻസ് ഓഫ് കോഡ് ഒരുപാടാകുമ്പം ആണ് നമുക്ക് പ്രശ്നങ്ങൾ വരാൻ സാധ്യത. അങ്ങനെയുള്ള കോഡിലൊക്കെ നമ്മൾ ഈ ഗോ ടു യൂസ് ചെയ്തിട്ട് കണ്ടമാനം അവിടെ നിന്ന് ഇവിടത്തേക്ക് തുള്ളി, പിന്നെ അവിടെ നിന്ന് ഇവിടത്തേക്ക് തുള്ളി, പിന്നെ അങ്ങോട്ടേക്ക് തുള്ളി, പിന്നെ ഇങ്ങോട്ടേക്ക് തുള്ളി, പിന്നെ ഇങ്ങോട്ടേക്ക് തുള്ളി, അങ്ങനെ തുള്ളി കളിച്ചാൽ എന്താ പ്രയാസം എന്താ വരിക? ഫൈനലി നമ്മൾ കോഡ് വായിച്ചെടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? കോഡ് വായിക്കാന്ന് വെച്ചാൽ കോഡ് റീഡബിലിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് അല്ലേ? കോഡിൻ്റെ എഫിഷ്യൻസിക്കും അല്ലെങ്കിൽ കോഡിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഒരു ക്രൈറ്റീരിയ ആണ് കോഡ് റീഡബിലിറ്റി. കേട്ടിട്ടില്ലേ? കോഡ് റീഡബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കോഡ് റീഡബിലിറ്റി എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഒരു പ്രൊജക്റ്റിലൊക്കെ, ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റിലൊക്കെ ഒരു കോഡ് റീഡബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? എന്തെങ്കിലുമൊക്കെ പറയൂ കുട്ടികളെ. ആരെങ്കിലുമൊക്കെ പറയൂ. കോഡ് റീഡബിൾ ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ എഴുതുന്ന കോഡ് ഇപ്പോഴത്തെ കേസിൽ ഇപ്പം നിങ്ങൾ എഴുതുന്ന കോഡ് നിങ്ങൾ മാത്രം മനസ്സിലാക്കിയാലും മതി. എന്നാലും വേറൊരാൾ നിങ്ങളടുത്ത് കോഡ് ചോദിച്ചാൽ, നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെയുള്ള വേറൊരു കുട്ടി കോഡ് ചോദിച്ചാൽ നിങ്ങൾ കൊടുത്തിട്ട് ആ കുട്ടി മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കോഡ് മൂപ്പത്തി വായിച്ചെടുത്ത് മനസ്സിലാക്കിയിട്ട് അവളുടേതായ രീതിയിൽ ചിലപ്പം അത് കൺവേർട്ട് ചെയ്തെടുത്ത് സ്വന്തമായിട്ട് ചെയ്യാനൊക്കെ നോക്കും. അതിൽ കുഴപ്പമില്ല. പക്ഷെ അതേപോലെ കോപ്പി ചെയ്തിട്ട് ഒന്നും മനസ്സിലാക്കാതെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ കുട്ടിക്ക് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല അല്ലേ? ആ കുട്ടിയുടെ നോളജിൽ വലിയ വ്യത്യാസമോ ലോജിക്കിൽ വലിയ വ്യത്യാസമോ ഒന്നും വരാൻ പോകുന്നില്ല. സാധാരണ പ്രൊജക്ട്സിലൊക്കെ എങ്ങനെയാണ് സാധാരണ ചെയ്യുക? നമ്മളിപ്പോൾ വേറൊരാളുടെ കോഡ് നമ്മൾ റീയൂസബിലിറ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. പ്രൊജക്ട് മാനേജ്മെൻറ്റും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുമ്പം റീയൂസബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സോ റീയൂസബിൾ കോഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, റൈറ്റ്? വേറൊരാൾ ചെയ്ത കോഡ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യുകയാണോ ചെയ്യുക? അതോ അത്
നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു കസ്റ്റമറിന് കൊടുക്കാനുള്ള കോഡാണെങ്കിൽ നമ്മൾ അതങ്ങനെ റീയൂസ് ചെയ്യാണോ ചെയ്യുക, അതോ നിങ്ങൾ വായിച്ച് നോക്കുമോ, കോഡ് വായിച്ച് നോക്കുമോ? വായിച്ച് നോക്കിയിട്ട് അത് കറക്റ്റ് ആണോ, പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് വർക്ക് ചെയ്യുമോ, അതിൻ്റെ ഇൻപുട്ട് വരുന്നതും ഔട്ട്പുട്ടിലും ഒക്കെ കറക്റ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇൻ്റർഫേസസ് കറക്റ്റ് ആണോ നോക്കും. അതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിനെ എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ടാണോ വരുന്നതെന്നൊക്കെ നോക്കും അല്ലേ. ഇൻ്റർഫേസസ് കറക്റ്റ് ആണോ നോക്കും. സോ കോഡ് റീഡബിലിറ്റി എല്ലാ പ്രോജക്ട്സിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ആണ് ഈ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ ജാവയിൽ ഒഴിവാക്കിയിട്ടുള്ളത് തന്നെ. ജാവയിൽ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ല. ഓക്കെ, സിയിൽ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. സിയിൽ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ എഫിഷ്യൻ്റ് ആണ് പല സ്ഥലത്തും, പക്ഷേ കോഡ് റീഡബിലിറ്റിക്ക് സഹായിക്കില്ല എന്നേ ഉള്ളൂ. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ഇപ്പം നമുക്ക് നെസ്റ്റഡ് ഫോർ ലൂപ്സ് ഒക്കെ ഉള്ള കേസിലെ, നെസ്റ്റഡ് ഫോർ ലൂപ്സ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, നെസ്റ്റഡ് ഫോർ ലൂപ്സ് ഫോറിൻ്റെ ഉള്ളിലൊരു ഫോറ്, പിന്നെ ഫോറിൻ്റെ ഉള്ളിലൊരു ഫോറ്, അതിൻ്റെ ഉള്ളിൽ വേറൊരു ഫോറ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറൊരു ഫോറ്, ഇങ്ങനെയൊക്കെ ചില പ്രോഗ്രാമേഴ്സൊക്കെ ഇങ്ങനെയൊക്കെ ആർക്കും മനസ്സിലാവാത്ത കോഡൊക്കെ എഴുതും. ഓക്കെ, അങ്ങനെയൊക്കെ ചില സമയം ആവശ്യം വരുമായിരിക്കും അങ്ങനത്തെ കോഡ്. ഞാനിതുവരെ ഇത്ര ഫോറൊന്നും യൂസ് ചെയ്തിട്ടില്ല. എല്ലാവരും അതായത് ഇങ്ങനത്തെ ഒരു നെസ്റ്റഡ് ഫോർ യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഒരു ഫോറിൻ്റെ ഉള്ളിൽ വേറൊരു ഫോർ വരുന്ന രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇല്ലേ? അതിപ്പോൾ മെട്രിക്സിലൊക്കെ ഡേറ്റ ഫില്ല് ചെയ്യാനും മെട്രിക്സിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ പ്രോസസ്സിങ് ചെയ്യാനൊക്കെ നമുക്ക് അങ്ങനെ 2 ഫോർ എന്തായാലും യൂസ് ചെയ്യണം അല്ലേ. ഓക്കെ, ഇങ്ങനെയുള്ള വരുന്ന കേസിൽ നമുക്കറിയാം, നമുക്ക് ഒരു ലൂപ്പിൻ്റെ അകത്തുനിന്ന് ഈ ലൂപ്പിൻ്റെ അകത്തുനിന്ന് എനിക്ക് പുറത്ത് വരണം എന്ന് വെച്ചോ. അതായത് ഈ ലൂപ്പിൻ്റെ അകത്ത് മാത്രമല്ല, എനിക്ക് മൊത്തമായിട്ട് ഈ ഒരു സംഭവത്തിൽ നിന്ന് തന്നെ പുറത്ത് വരണം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എനിക്ക് മൊത്തമായിട്ട് പുറത്ത് വരണമെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യുക? നിങ്ങൾ ഓൾറെഡി ഇതൊക്കെ പഠിച്ച ആൾക്കാരാണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ ഒരു ഔട്ടർമോസ്റ്റ് ഫോർ എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ. ഈ ഔട്ടർമോസ്റ്റ് ഫോറിൻ്റെ അകത്തുനിന്ന് തന്നെ എനിക്ക് പുറത്ത് വരണം. ഇവിടുന്ന് പുറത്ത് വരണം. ഇവിടുന്ന് എനിക്ക് ഇവിടെ എത്തണം. ഇവിടെ എത്തണം. എന്താ ചെയ്യാം? അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കാം, ഒരു ഫോർ ലൂപ്പിൻ്റെ അകത്തുനിന്ന് എക്സിറ്റ് ചെയ്യാൻ എന്താ വഴി? ബ്രേക്ക് കൊടുക്കും. പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാൻ ബ്രേക്ക് കൊടുക്കും. സോ അങ്ങനെ ഈ ഫോർ ലൂപ്പിൻ്റെ അകത്തുനിന്ന് ഞാൻ ബ്രേക്ക് കൊടുത്താൽ എവിടെ വരെ എക്സിറ്റ് ആവും? അതായത് ഈ ഫോറിൻ്റെ അകത്തുനിന്ന് എക്സിറ്റ് ആവും അല്ലേ. ഇവിടത്തേക്ക് വരുമോ? ഇല്ല. ഈ ഫോറിൻ്റെ പുറത്ത്, അതായത് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യും അല്ലേ. ഈ ഇന്നർ ഫോറിൻ്റെ അകത്തുനിന്ന് ഞാൻ ബ്രേക്ക് കൊടുത്താൽ ആ ഇന്നർ ഫോറിൽ നിന്ന് എക്സിറ്റ് ആവുമല്ലോ. ഇനിയിപ്പോൾ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്നും ബ്രേക്ക് എന്തെങ്കിലും കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നോക്കിയിട്ട് ഇവിടുന്നും ബ്രേക്ക് കൊടുക്കണം, പിന്നെ അടുത്തേന്നും ബ്രേക്ക് കൊടുക്കണം. അങ്ങനെ ബ്രേക്ക് കൊടുത്താൽ മാത്രമേ ഫൈനലി എനിക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അങ്ങനെ മൾട്ടിപ്പിൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആവശ്യം വരും ചില സമയത്ത്. സോ അത് ഒഴിവാക്കാൻ എനിക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്ത് യൂസ് ചെയ്യാം ബ്രേക്കിന് പകരം? ജമ്പ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ? ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. സോ ഗോ ടു യൂസ് ചെയ്യാം. ഗോ ടു ലേബിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ലേബിൾ കൊടുത്തിരിക്കുന്ന മൈ ലേബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ലേബിൾ കൊടുത്തതാന്ന് വെച്ചോ. ഓക്കെ, ഈ ഫോറൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ മൈ ലേബിൾ വരുന്നത്. ഓക്കെ, ഈ ഫോറൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഈ മൈ ലേബിൾ എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. മൈ ലേബിൾ ഇങ്ങനെയാണ് ലേബിൾസ് ഡിക്ലെയർ ചെയ്യുക. സോ ഗോ ടു മൈ ലേബിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നേരെ തുള്ളി ഇവിടത്തേക്ക് വരും അല്ലേ, റൈറ്റ്? സോ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ള ആവശ്യത്തിന് നല്ല സംഭവമാണ് അല്ലേ. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ആക്ച്വലി. കുറേ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് അവോയ്ഡ് ചെയ്യാം നമുക്ക്. സോ ഫാസ്റ്റർ ആണ് അല്ലേ. അങ്ങനെ ഒരുപാട് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നതിന് പകരം ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുമ്പം ഇറ്റ് ഇസ് ഫാസ്റ്റർ, ഡെഫിനറ്റ്ലി ഫാസ്റ്റർ അല്ലേ. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ബ്രേക്ക് മൂന്ന് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് അറ്റ്ലീസ്റ്റ് വേണ്ട വരുമായിരുന്നു. അതിന് പകരം
ഒരു സിംഗിൾ ബ്രേക്ക് ഈ സിംഗിൾ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, സോ കോഡ് എഫിഷ്യൻസി കൂട്ടും. സോ ഗോ ടു മൊത്തമായിട്ട് ജാവ അവോയ്ഡ് ചെയ്തതാണെങ്കിലും ഗോ ടു എന്ന് പറഞ്ഞാൽ കീവേഡ് റിസർവ്ഡ് ആണ്. പക്ഷേ കേട്ടോ ജാവയിൽ ഗോ ടു എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിലും ഗോ ടു റിസർവ്ഡ് ആണ്. അഥവാ ഭാവിയിൽ എങ്ങാനും ഉപയോഗിക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ച് ജാവക്കാർ അതിനെ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോ വേറെ നിങ്ങൾക്ക് വേരിയബിളിൻ്റെ പേര് കൊടുക്കാനൊന്നും ഗോ ടു യൂസ് ചെയ്യാൻ പറ്റില്ല. വേരിയബിളിൻ്റെ പേരൊന്നും ഗോ ടു എന്ന് കൊടുക്കാൻ പറ്റില്ല കേട്ടോ, ബിക്കോസ് ഇറ്റ് ഇസ് റിസർവ്ഡ് കീവേഡ്. റിസർവ്ഡ് ആണ്, പക്ഷേ അത് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അത് ഇറ്റ് ഇസ് നോട്ട് യൂസ്ഡ്. ഓക്കെ, സോ ഗോ ടു ജാവയിൽ യൂസ് ചെയ്യുന്നില്ല, ജാവ സപ്പോർട്ടും ചെയ്യുന്നില്ല. പക്ഷേ ഗോ ടുവിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ടല്ലോ. ഞാൻ ഈ പറഞ്ഞ പോലെ എഫിഷ്യൻസി, കോഡ് എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട്. കോഡ് റീഡബിലിറ്റി കുറയ്ക്കും, പക്ഷേ കോഡ് എഫിഷ്യൻസി കൂടുതലാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ജാവയിൽ തന്നെയുള്ള ബ്രേക്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ ലേശൊരു വകഭേദം വരുത്തിയിട്ട് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാക്കി തീർത്തിട്ടുണ്ട്. ഓക്കെ, സോ ലൈക്ക് ബ്രേക്ക്, കണ്ടിന്യൂ, ഓക്കെ, അത് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ചെറിയ വകഭേദമായിട്ട് നമുക്ക് ഇവിടെ കണക്കാക്കാം. ബ്രേക്കിൻ്റെ കൂടെ ലേബിൾ യൂസ് ചെയ്യുന്നുണ്ട് ജാവയിൽ. ബ്രേക്കിൻ്റെ കൂടെ ബ്രേക്ക് ലേബിൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, ഒരു ലേബിളിൻ്റെ പേര് കൊടുക്കാം. അങ്ങനെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പ് എന്നൊക്കെ നമുക്ക് പുറത്ത് വരാൻ ഈ ബ്രേക്ക് ലേബിൾ എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യാം. ഓക്കെ, സാധാരണ ബ്രേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണ ബ്രേക്ക് നമ്മൾ ഇപ്പം നമ്മൾ സ്വിച്ചിലൊക്കെ ബ്രേക്ക് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? സ്വിച്ചിൽ ബ്രേക്ക് യൂസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? സ്വിച്ച് എന്താണ്? സ്വിച്ച് എന്താണ് മക്കളെ? സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് മൾട്ടിവേ ബ്രാഞ്ചിങ് എന്ന് പറയാം അല്ലേ? കണ്ടീഷണൽ ബ്രാഞ്ചിങ്. ഒരു പർട്ടിക്കുലർ ഇൻറ്റിജർ വാല്യൂവിൻ്റെ ബേസിൽ നമുക്ക് ഒരു ബ്ലോക്കിലോട്ട് കൺട്രോൾ കൊണ്ടെത്തിക്കാം, കേസ് ബ്ലോക്കിലോട്ട് കൺട്രോൾ കൊണ്ടെത്തിക്കാം. സോ ബ്രേക്ക് കൊടുക്കാണ്ടും നമുക്ക് കേസ് ബ്ലോക്ക്സ് എഴുതാം അല്ലേ? ബ്രേക്ക് നിർബന്ധമാണോ ഒരു കേസ് ബ്ലോക്കിൻ്റെ അകത്ത്? സോ ഇവിടെ ഞാൻ സ്വിച്ച് ഓഫ് എൻഡ് എന്ന് കൊടുത്തു, കേസ് 1, കേസ് 2, കേസ് 3 എന്നൊക്കെ കൊടുക്കുകയാണ്. സോ കേസ് 1 സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ 1 എന്ന് പ്രിൻറ്റ് ചെയ്തു, ഇവിടെ 2 പ്രിൻറ്റ് ചെയ്തു, ഇവിടെ 3 പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, 2 പ്രിൻറ്റ് ചെയ്തു, ഇവിടെ 3 പ്രിൻറ്റ് ചെയ്തു. ഇവിടെ ബ്രേക്ക് കൊടുത്തില്ലെങ്കിലും വർക്ക് ചെയ്യില്ലേ? ബ്രേക്ക് കൊടുത്തില്ലെങ്കിലും വർക്ക് ചെയ്യും. പക്ഷേ ബ്രേക്ക് കൊടുക്കുന്നത് എന്തിനാണ്? ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഞാനിവിടെ ബ്രേക്ക് കൊടുത്തില്ല എന്ന് വെച്ചേ. ഇവിടെ ബ്രേക്ക് കൊടുക്കാണ്ട് ഞാനിവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എൽ 2 ഒന്ന് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുകയാണ്. ബ്രേക്ക് കൊടുത്തില്ല. എന്താ സംഭവിക്കുക? ഞാനിവിടെ n = 2 ആണ് കൊടുത്തതെന്ന് വെച്ചോ. അല്ല, n = 2 ആണ് കൊടുത്തത്. ഓക്കെ, n = 2 ആണെങ്കിൽ കേസ് 2ലോട്ടാണ് വരിക. ഫൈൻ, ഞാൻ ഇവിടെ ബ്രേക്ക് കൊടുത്തില്ല. n = എന്ത് സംഭവിക്കാൻ നേരം ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ? അതിൻ്റെ താഴത്തെ ബ്ലോക്കിലും കൂടി ഓട്ടോമാറ്റിക്കലി ഫ്ലോ ചെയ്ത് പോകും ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ. അതാണ് സംഭവിക്കുക. ഓക്കെ, സോ കേസ് 2 വരും. ഇവിടെ ഞാൻ ബ്രേക്ക് കൊടുത്തില്ലെങ്കിൽ കേസ് 2ലുള്ള സാധനം എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത ബ്ലോക്കിലോട്ട് ഫ്ലോ ചെയ്തിട്ട് പിന്നെ അതും കൂടി എക്സിക്യൂട്ട് ചെയ്യും. അവിടെയും ബ്രേക്ക് ഇല്ലെങ്കിൽ അടുത്തേലും ഫ്ലോ ചെയ്യും. ടിൽ ഇറ്റ്സ് ഫൈൻസ് എ ബ്രേക്ക്, അല്ലെങ്കിൽ ലാസ്റ്റത്തെ കേസ് എന്താണോ അത് വരെ പോകും. സോ ബ്രേക്ക് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബ്രേക്കിന് അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഇനി ബ്രേക്ക് വേറൊരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 4-ലാണല്ലേ? 4 യൂസ് ചെയ്യുമ്പം, അതായത് ലൂപ്പിങ്ങിലൊക്കെ ബ്രേക്ക് യൂസ് ചെയ്യും. ലൂപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു, ലൂപ്സ് യൂസ് ചെയ്യുമ്പം ലൂപ്പിൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇമ്മീഡിയറ്റ് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ബ്രേക്ക്. അതാണ് ബ്രേക്കിൻ്റെ പ്രധാനമായിട്ടുള്ള യൂസ്. സോ നമുക്ക് അങ്ങനെയുള്ള യൂസസ് ആദ്യം നോക്കാം. സോ ഇൻ ജാവ ദ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് 3 യൂസസ്. ഇറ്റ് ടെർമിനേറ്റ്സ് എ സ്റ്റേറ്റ്മെൻറ്റ് സീക്വൻസ്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, then second it can be used to exit a loop. Okay, third it can be used as a civilized form of goto. goto ൻ്റെ ഒരു വകഭേദം പോലെ യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ
3 യൂസസ് ഉണ്ട് ഗോറ്റുവിന് എന്നാണ് പറയുന്നത് ജാവയിൽ. ഓക്കെ, സോ സ്വിച്ച് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, സ്വിച്ചിൽ ബ്രേക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത്. സോ നെക്സ്റ്റ് ബ്രേക്ക് എങ്ങനെ നമ്മൾ ലൂപ്പിൻ്റെ അകത്ത് യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കാൻ വന്നത്. സോ യൂസിങ് ബ്രേക്ക് ടു എക്സിറ്റ് എ ലൂപ്പ്, ലൂപ്പിൻ്റെ അകത്ത് പെട്ടെന്ന് പുറത്ത് വരണം. ലൂപ്പിൻ്റെ എല്ലാ ഐട്രേഷൻസും തികയുന്നതിന് മുന്നേ, ലൂപ്പിൻ്റെ എല്ലാ ഐട്രേഷൻസും തീരുന്നതിന് മുന്നേ എനിക്ക് പെട്ടെന്ന് പുറത്ത് വരണം. ഏതും ഒരു കണ്ടീഷനിൽ മാത്രം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണെങ്കിൽ ഐ വോണ്ട് ടു സ്റ്റോപ്പ് ഓവർ ദെയർ, ഐ ഡോണ്ട് വോണ്ട് ടു കണ്ടിന്യൂ, ഐ വോണ്ട് ടു എക്സിറ്റ് ഫ്രം ദ ലൂപ്പ്. അങ്ങനെയാവുമ്പോൾ ഐ ക്യാൻ യൂസ് ബ്രേക്ക്. നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. യു ക്യാൻ ഫോഴ്സ് ഇമീഡിയറ്റ് ടെർമിനേഷൻ ഓഫ് എ ലൂപ്പ്, ഇമീഡിയറ്റ് ടെർമിനേഷന് വേണ്ടിയിട്ടാണ്, by bypassing the conditional expression and any remaining code in the body of the loop. ഇനി ബാക്കി കോഡൊന്നും എനിക്ക് കാണുകയേ വേണ്ട, ഇനി എനിക്ക് മതിയായി എന്ന് പറഞ്ഞിട്ട് ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യാം. സോ വെൻ എ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് എൻകൗണ്ടേർഡ് ഇൻസൈഡ് എ ലൂപ്പ്, ദ ലൂപ്പ് ഇസ് ടെർമിനേറ്റഡ്. ലൂപ്പ് ടെർമിനേറ്റ് ചെയ്തിട്ട് ലൂപ്പിൻ്റെ നെക്സ്റ്റ് എന്താണോ സ്റ്റേറ്റ്മെൻറ്റ് അതിലോട്ട് വരും. ഓക്കെ, സോ പ്രോഗ്രാം കൺട്രോൾ റെസ്യൂംസ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോളോയിങ് ദ ലൂപ്പ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ക്ലാസ്സിൻ്റെ പേര് ബ്രേക്ക് ലൂപ്പ് എന്നാണ്. അതിൻ്റെ അകത്തൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ അകത്ത് ഒരു ഫോർ ലൂപ്പ് ഉണ്ട്. ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് 100 വരെ നോക്കുവാണ്. i equal to 0, i less than 100. സോ 0 to 99, 0 to 99 ഐട്രേഷൻസ്, അതായത് 100 ഐട്രേഷൻസ് തന്നെ, റൈറ്റ്, 100 ഐട്രേഷൻസ് ചെയ്യുമെന്നാണ് പറയുന്നത്. കണ്ടീഷൻ വെച്ചിട്ട് അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഫോറിൻ്റെ ബോഡിയിൽ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്, അത് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഐൻ്റെ വാല്യൂ 10 ആണെങ്കിൽ i ഡബിൾ ഈക്വൽ ടു 10. ഓക്കെ, ഇക്വാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് ഡബിൾ ഈക്വൽ ടു. ഐൻ്റെ വാല്യൂ 10 ആണോ എന്ന് നോക്കുവാണ്. ഐൻ്റെ വാല്യൂ ഈ 10 എന്ന് പറഞ്ഞ വാല്യൂ 1 ആണോ എന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യും. 10 അതിൻ്റെ വാല്യൂ 10 ആകുമ്പം 4 നിന്ന് പുറത്തേക്ക് വരണം എന്നാണ് പറയുന്നത്. ടെർമിനേറ്റ് ലൂപ്പ് ഇഫ് i is 10. എന്നിട്ട് അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, വെറുതെ പ്രിൻറ്റ് ചെയ്യാണ് കേട്ടോ, ഐ പ്രിൻറ്റ് ചെയ്യാണ്. ഓക്കെ, സോ എത്ര വരെ പ്രിൻറ്റ് ചെയ്യും, അല്ല മക്കളെ, ഐ ലെസ് ദാൻ 100 ആകുമ്പോൾ അല്ലല്ലോ, എത്ര വരെ ശരിക്കും പ്രിൻറ്റ് ചെയ്ത്, 9 വരെ, 0 to 9. 10 ആകുമ്പം പ്രിൻറ്റ് ചെയ്യുന്നില്ല, 10 ആകുമ്പം ബ്രേക്ക് ചെയ്യാണ്. Okay, so it will print i colon 0, i colon 0, i colon 1, i colon 2, i colon അങ്ങനെ i colon 9 വരെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ആക്കെ പ്രിൻറ്റ് i equal to 10 ആകുമ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് പുറത്ത് വരും, ഈ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്ത് വരും, നെക്സ്റ്റ് ഐട്രേഷനിലോട്ട് പോവില്ല. എന്നിട്ട് ഇത് പ്രിൻറ്റ് ചെയ്യും, ലൂപ്പ് കംപ്ലീറ്റ് എന്ന് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അപ്പോൾക്ക് മെയിൻ ഫംഗ്ഷൻ തീർന്നല്ലോ, പിന്നെ പ്രോഗ്രാം അവിടെ ടെർമിനേറ്റ് ആയി. മെയിൻ ഫംഗ്ഷൻ്റെ ക്ലോസിങ് കേർലി ബ്രേസ് കണ്ടു കഴിഞ്ഞാൽ ദെൻ പ്രോഗ്രാം ടെർമിനേറ്റ്സ്. ഓക്കെ, ഓക്കെ, സോ 0 to 9 വരെ പ്രിൻറ്റ് ചെയ്തു. പിന്നെ ലൂപ്പ് കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്തു, നമ്മുടെ കോഡ് എക്സിറ്റ് ആയി. ഓക്കെ, ഓക്കെ, സോ അത് ഒരു, പിന്നെ ഇതിപ്പോൾ ഫോർ ലൂപ്പിൻ്റെ അകത്തുനിന്ന് തുള്ളി പുറത്തു പോയതാണ്. ഇനിയിപ്പം വയലിൻ്റെ അകത്തുനിന്ന് തുള്ളി പുറത്തു പോകാൻ പറ്റുമോ, അങ്ങനെ പെട്ടെന്ന് തുള്ളി പുറത്തു പോകാൻ പറ്റുമോ, അതും പറ്റും. വയലിൻ്റേതാണ്. വയലിലും നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ലൂപ്സ് ഒന്നും ബ്രേക്ക് യൂസ് ചെയ്യാം, അതേ കോഡ് തന്നെയാണ് ഇവിടെ, പക്ഷേ 4 അല്ല, വയലിൽ നിന്നേ ഉള്ളൂ. ഓക്കെ, സോ വയൽ വരുമ്പോൾ നമുക്ക് പണിയുണ്ട്. ഇവിടെ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ വേറെ തന്നെ കൊടുക്കണം, റൈറ്റ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഫൈൻ, അങ്ങനെ ചെയ്താൽ. ഇനിയിപ്പോൾ ഇവിടെ 2 ലൂപ്പ് നെസ്റ്റഡ് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് തുള്ളി പുറത്ത് വരുന്നതാണ് കാണിക്കുന്നത്. അത് സോ യു ക്യാൻ സീ നെസ്റ്റഡ് ഫോർ ലൂപ്പ് ഹിയർ. സോ അവിടെ പറയുന്നത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് വിൽ ഓൺലി ബ്രേക്ക് ഔട്ട് ഓഫ് ദി ഇന്നർമോസ്റ്റ് ലൂപ്പ്. സോ നമ്മൾ ഏത് ലൂപ്പിൽ നിന്നാണോ ബ്രേക്ക് കൊടുത്തത് അതിൻ്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ലൂപ്പ് ഏതാണോ അത്, അല്ലെങ്കിൽ ക്ലോസസ്റ്റ് എന്നും പറയാൻ പറ്റില്ല, എൻക്ലോസ് ചെയ്തിരിക്കുന്ന ലൂപ്പ് ഏതാണോ, ആ ബ്രേക്ക് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ലൂപ്പ് ഏതാണോ അതിൻ്റെ അകത്തുനിന്ന് മാത്രമേ സോ ഇതിൻ്റെ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ലൂപ്പ് ഏതാണ്, ഇതാണല്ലേ, ഈ ഫോർ ലൂപ്പാണ്, ഇതിൻ്റെ അകത്ത് മാത്രമേ പുറത്ത് വരുള്ളൂ. ഓക്കെ, സോ അതിൻ്റെ സോ ഇറ്റ് സേസ് ഔട്ടർ ലൂപ്പിൽ നിന്ന് പുറത്ത് വരില്ല, ക്ലോസസ്റ്റ് ആയിട്ട് ലൂപ്പിന് നമുക്കൊന്ന് പ്രോഗ്രാം നോക്കാം. ഓക്കെ, സോ ഇവിടെ ഔട്ട് ഓഫ് 4ൽ 0 to 3 ആണ്. 0 to 3 അല്ല, 0 to 2 വരെ, 0, 1, 2. ഓക്കെ, റൈറ്റ്, i less than 3 ആണല്ലോ. സോ 0, 1,
2 വരെ ഐട്രേറ്റ് ചെയ്യും. 3 ഐട്രേഷൻസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇന്നർ ഫോറിലോ, സോ ഔട്ടർ ഫോറിൻ്റെ ഒരു ഐട്രേഷൻ, ഫസ്റ്റ് ഐട്രേഷനിൽ കയറി i equal to 0 പാസ് കോളൻ, ഇവിടെ പ്രിൻറ്റ് എൽ എൻ ഇല്ല കേട്ടോ, പ്രിൻറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. പ്രിൻറ്റ് എൽ എനും പ്രിൻറ്റും തമ്മിൽ വ്യത്യാസം എന്താ? പ്രിൻറ്റ് എൽ എന്ന് പറയുമ്പം ഒരു ലൈനും കൂടി പ്രിൻറ്റ് ചെയ്യും, അതിൻ്റെ ഒരു ലൈനും കൂടി പ്രിൻറ്റ് ചെയ്ത് തരും. എന്നിട്ട് അടുത്ത എന്തെങ്കിലും ഔട്ട്പുട്ട് വരുന്നെങ്കിൽ അടുത്ത ലൈനിലാണ് എന്തായാലും വരിക. ഓക്കെ, സോ ഇവിടെ പ്രിൻറ്റ് എൽ എൻ ഇല്ല, പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ, ലൈൻ ഇല്ല എന്ന് അർത്ഥം. ദർ ഇസ് നോ, ഇനി വേറെ എന്തെങ്കിലും ഔട്ട്പുട്ട് വരുമ്പം ഇത് ഈ ലൈനിൽ തന്നെയാണ് വരിക. ഇറ്റ് ഡസൻ ഗോ ടു ദ നെക്സ്റ്റ് ലൈൻ എന്നാണ് ഇതിൻ്റെ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സോ പ്രിൻറ്റ് എൽ എനും പ്രിൻറ്റും തമ്മിൽ അതാണ് വ്യത്യാസം, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. സോ പാസ് കോളൻ 0, പാസ് കോളൻ അല്ല, പാസ് കോളൻ അല്ല, പാസ് 0 കോളൻ എന്നാ വരും അല്ലേ, റൈറ്റ്? പാസ് 0 കോളൻ അത് പ്രിൻറ്റ് ചെയ്തു. എന്നിട്ട് ഉള്ളിലത്തെ ലൂപ്പ് കയറി, ഉള്ളിലത്തെ ലൂപ്പ് കയറിയിട്ട് ജെൻ്റെ വാല്യൂ 0, ജെൻ്റെ വാല്യൂ ലെസ് ദെൻ 100, യെസ്. എന്നിട്ട് ജെ ഈക്വൽ ടു 10 ആണോ എന്ന് നോക്കും, അല്ല, ജെ 10 അല്ലല്ലോ. എന്നിട്ട് എന്ത് ചെയ്യും? വീണ്ടും പ്രിൻറ്റ് ചെയ്യാൻ പോവാണേ. പ്രിൻറ്റ് എൽ എൻ അല്ല, പ്രിൻ്റാണ്. പ്രിൻറ്റ് ജെ പ്രിൻറ്റ്, ജെ എന്താണ്? 0 അല്ലേ, 0 പ്ലസ് ഒരു സ്പേസും കൂടി പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്, ഇച്ചിരി സ്പേസും കൂടി ഇവിടെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് എന്താണ്? അടുത്ത ഐട്രേഷൻ ഓഫ് ഇന്നർ ഫോറിൽ പോവും, അതായത് ഈ ജെ പ്ലസ് പ്ലസ് ചെയ്യും, ഈ ജെ പ്ലസ് പ്ലസ്. അന്നേരം 0 മാറി 1 ആവും. 1 ലെസ് ദെൻ 100, യെസ്. ഇഫ് ജെ ഈക്വൽ ടു 10 അല്ല, ഇവിടെ വന്നിട്ട് എന്താ പ്രിൻറ്റ് ചെയ്യുക? 1 പ്രിൻറ്റ് ചെയ്യും. സ്പേസ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞല്ലോ, അവിടെ 1 പ്രിൻറ്റ് ചെയ്തു. വീണ്ടും ഒരു സ്പേസും കൂടി പ്രിൻറ്റ് ചെയ്തു. സോ ഇവിടെ ഒരു സ്പേസും കൂടി പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി വീണ്ടും അടുത്ത ഐട്രേഷൻ ഓഫ് ഇന്നർ ഫോറിൽ പോവും, ജെ പ്ലസ് പ്ലസ് ചെയ്യും, 2 ആവും. 2 ലെസ് ദെൻ, അങ്ങനെ എത്ര വരെ പോവും? എത്ര വരെ പോവും? 10 വരെ പോകും അല്ലേ. സോ പാസ് 0 1 2 3, 10 വരെ പോവില്ല, 9 വരെ പോവും അല്ലേ. 9 വരെ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് പോവും. എന്നിട്ടോ 10 ആവുമ്പം ബ്രേക്ക് ആവും. ബ്രേക്ക് ചെയ്തിട്ട് സോ ഇത് പ്രിൻറ്റ് ചെയ്ത്, ഇത് മൊത്തം പ്രിൻറ്റ് ചെയ്തു 9 വരെ. എന്നിട്ട് ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തിട്ട് അവിടെ പോയി. ആ ബ്രേക്ക് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? എവിടെ നിന്ന് ബ്രേക്ക് ആവുന്ന? ഇന്നർ ഫോറിന്ന് ബ്രേക്ക് ആവുന്ന ഉദ്ദേശിച്ചത്. ഇന്നർ ഫോറിന്ന് ബ്രേക്കായിട്ട് ഇവിടെ പോവും. ഇന്നർ ഫോർ ഇതാണല്ലോ, ഇതാണല്ലോ ഇന്നർ ഫോർ. ഇവിടെ നിന്ന് ബ്രേക്കായിട്ട് എവിടെ പോവും? ഈ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വരും അല്ലേ. യെസ്, ആർ യു ദെയർ? നിങ്ങൾ അവിടെ ഉണ്ടോ? ഇന്നർ ഫോറിന്ന് പുറത്ത് വരുന്നിട്ട് എവിടെ പോവുക? ഇന്നർ ഫോറിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇന്നർ ഫോർ കഴിഞ്ഞാലുള്ള നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എൽ എൻ. ഇവിടെ ഒരു എൽ എൻ ഉണ്ട് അല്ലേ. എൽ എൻ എന്ന് പറയുമ്പം നെക്സ്റ്റ് ലൈനിൽ ഒരു ലൈന് പ്രിൻറ്റ് ചെയ്യുന്ന അർത്ഥം. ഒരു ലൈന് പ്രിൻറ്റ് ചെയ്താൽ ഇനി അടുത്ത ഔട്ട്പുട്ട് എവിടെയാണ് വരിക? നെക്സ്റ്റ് ലൈനിലാണ് വരിക. ഓക്കെ, എന്തൊന്നും മിണ്ടാത്തത്? അടുത്ത ലൈനിലാണ് പ്രിൻറ്റ് ചെയ്തിട്ട് വരിക. ഇനി ഔട്ട്പുട്ട് ചെയ്യുന്നതൊക്കെ അടുത്ത ലൈനിലാണ് വരിക. അതുകൊണ്ടാണ് ഈ പ്രിൻ്റ് എല്ലാം കൊടുത്തത്. പ്രിൻ്റ് എല്ലാം എൻ്റെ അകത്തൊന്നും കൊടുത്തില്ല കേട്ടോ, ഫംഗ്ഷനിലൊന്നും അതിൻ്റെ അകത്തൊന്നും കൊടുത്തില്ല. ബിക്കോസ് ഐ വോണ്ടഡ് ഓൺലി ടു പ്രിൻറ്റ് എ ലൈൻ. ഒരു ലൈന് പ്രിൻറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്യേണ്ടൂ, വേറെ ഒന്നും പ്രിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രിൻറ്റ് ചെയ്തു. സോ ഇവിടെ അതിൻ്റെ അർത്ഥം ഈ ഒരു കോഡ് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കോഡ് ഇത് കഴിഞ്ഞാൽ ഒരു ലൈന് പ്രിൻറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ലൈന് പ്രിൻറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ? ഇവിടത്തേക്ക് ഈ ഒരു പൊസിഷനിലോട്ട് കൺട്രോൾ വന്ന് നിൽക്കും. കൺട്രോൾ എന്ന് വെച്ചാൽ അതിന് കൺട്രോളല്ല, ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യാനുള്ള ആ ഒരു കേഴ്സറോ വട്ടെവർ ഇറ്റ് വിൽ കം ആൻഡ് ഗെറ്റ് പൊസിഷൻഡ് ഇൻ ദിസ് സിറ്റുവേഷൻ. ഓക്കെ, എന്നിട്ട് ഇനി എവിടെ പോവും? ഔട്ട് ഓഫ് ഫോറിന്ന് ഇനിയും പുറത്ത് വന്നിട്ടില്ലല്ലോ, ഇന്നർ ഫോറിന്നല്ലേ പുറത്ത് വന്നുള്ളൂ. ഔട്ട് ഓഫ് ഫോർ എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ, ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെ ഔട്ട് ഓഫ് ഫോർ ആണ്. റൈറ്റ്, യു ക്യാൻ സി ഇതിൻ്റെ ക്ലോസിങ് കേളി ബ്രേസ് ആണ് ഇവിടെ കിടക്കുന്നത്. റൈറ്റ്, ഇത് ഇന്നർ ഫോറിൻ്റെ ബ്ലോക്കാണ്, ഇത് ഔട്ട് ഓഫ് ഫോറിൻ്റെ. സോ ഔട്ട് ഓഫ് ഫോറിൻ്റെ നെക്സ്റ്റ് ഐട്രേഷനിലോട്ട് പോകും. നെക്സ്റ്റ് ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ i ഈക്വൽ ടു 1, i ബിക്കംസ് 1. സോ വീണ്ടും അടുത്ത ലൈനിൽ എന്താ പ്രിൻ്റ് ആവുക? പാസ് അതിൻ്റെ വാല്യൂ 1 കോളൻ
വെച്ചിട്ട് അവിടെ നിർത്തി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇന്നർ ഫോറിലേക്ക് കയറി. എന്നിട്ട് j equal to 0, j less than 100, യെസ്. ഇഫ് j equal to 10, നോ. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് j എന്ന് പറയുന്നത് 0. പിന്നെ ഒരു സ്പേസും ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കൊടുത്തു. സോ നെക്സ്റ്റിന് ഇവിടെയാണ് പ്രിൻറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും ഇന്നർ ഫോറിൻ്റെ നെക്സ്റ്റ് ഐട്രേഷനിലോട്ട് പോകും. j പ്ലസ് പ്ലസ് 1. സോ 1 ആയതുകൊണ്ട് ഇഫ് 1 equal to 10, നോ. നെക്സ്റ്റ് അങ്ങനെ ഇത് എത്ര വരെ പ്രിൻറ്റ് ചെയ്യും? 9 വരെ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് 10 ആവുമ്പം ബ്രേക്കായിട്ട് എവിടെ വരും? വീണ്ടും ഇവിടെ വരും. ഇവിടെ വന്നിട്ട് നെക്സ്റ്റ് ലൈൻ പ്രിൻറ്റ് ചെയ്യും. സോ നെക്സ്റ്റ് ലൈനിൽ ഇനി ഔട്ട്പുട്ട് വരുന്നതൊക്കെ നെക്സ്റ്റ് ലൈനിലാണ് വരിക. ഓക്കെ ഓക്കെ, ഇനി വീണ്ടും അടുത്ത ഐട്രേഷൻ പോകും. അതിൻ്റെ വാല്യൂ എന്തായി മാറും? ഇവിടെ 2 ആയി മാറി അല്ലേ? 0 ആയി, 1 ആയി, 2 ആയി. ഇപ്പം നെക്സ്റ്റ് 2 ആണ്, അതിൻ്റെ വാല്യൂ 2 ആണ്. വീണ്ടും അതേപോലെ ചെയ്യും. പാസ് 2 0 എക്സെട്ര എക്സെട്ര ടിൽ 9. വീണ്ടും ലൈൻ ബ്രേക്ക് ചെയ്തു, ലൈന് പ്രിൻറ്റ് ചെയ്തു. വീണ്ടും അടുത്ത ഐട്രേഷനിൽ പോകും. അപ്പം ഈക്വൽ ടു 3 ആവും. 3 ലെസ് ദാൻ 3, നോ. സോ അവിടെ ബ്രേക്കായി, ഔട്ട് ഓഫ് 4 നിന്നും ബ്രേക്കായി. ഇവിടെ വന്നിട്ട് ഔട്ട് ഓഫ് 4ൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ്, ഔട്ട് ഓഫ് 4 കഴിഞ്ഞാലേ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ഇവിടെ വന്നിട്ട് ലൂപ്സ് കംപ്ലീറ്റ് പ്രിൻറ്റ് ചെയ്യും. സോ ഇങ്ങനെ ജസ്റ്റ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒന്ന് മാത്രമാണ്. ഒരു ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആ ബ്രേക്ക് ഏത് ലൂപ്പാണോ എൻക്ലോസ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത് മാത്രമാണ് പുറത്ത് വരുവാന്ന്. ഓക്കെ ഓക്കെ, സോ ബ്രേക്ക് അതുപോലെ തന്നെ നമ്മൾ സ്വിച്ചിൻ്റെ അകത്തൊക്കെ ഫോർ ലൂപ്പിൻ്റെ അകത്ത് നമ്മൾ സ്വിച്ചൊക്കെ ഇടുമല്ലോ, ചില സമയത്തൊക്കെ ഇടാൻ സാധ്യതയുണ്ട്. ഫോർ ലൂപ്പിൻ്റെ അകത്ത് സ്വിച്ച് ഇടുമ്പോഴൊക്കെ സ്വിച്ച് കൺസ്ട്രക്ട്സ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ സ്വിച്ചിൻ്റെ ഭാഗമായിട്ട് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. അത് ആ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റും സ്വിച്ചിൻ്റെ അകത്ത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉള്ളതാണെങ്കിൽ അത് സ്വിച്ചിൻ്റെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ടേ കൺസിഡർ ചെയ്യുള്ളൂ. അതായത് കേസ് ബ്ലോക്സിൻ്റെ കൂടെ, കേസ് ബ്ലോക്സിൻ്റെ അകത്ത് കേസിൻ്റെ കോഡ് ഉണ്ടല്ലോ, കേസിൻ്റെ കോഡിൽ ബ്രേക്ക് കാണുന്നതാണെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഇസ് പാർട്ട് ഓഫ് സ്വിച്ച്. ഓക്കെ, സ്വിച്ചിനകത്ത് മാത്രമേ അത് പുറത്ത് വരുള്ളൂ. അല്ലാതെ ഇത് അണ്ടർസ്റ്റാൻഡ് പറയാൻ ടെല്ലിങ്. സോ ഫോറിൻ്റെ അകത്തുനിന്ന് ഫോർ ലൂപ്പിൻ്റെ അകത്തൊക്കെ ചിലപ്പം നമ്മൾ സ്വിച്ചൊക്കെ ഇടാൻ സാധ്യതയുണ്ടല്ലോ, റൈറ്റ്? സോ ഇവിടെ ഞാൻ ഒരു ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ബ്രേക്ക് എന്തെന്ന് ബ്രേക്ക് ആവുക? എവിടുന്ന് എക്സിറ്റ് ആവുക ചെയ്യുക? ഫോർ ലൂപ്പിൻ്റെ അകത്തുനിന്നാണോ എക്സിറ്റ് ചെയ്യുക? അതൊക്കെ സ്വിച്ചിൻ്റെ അകത്തുനിന്നാണ് എക്സിറ്റ് ചെയ്യുക. ഈ കേസിൻ്റെ അകത്ത് ഞാൻ കൊടുത്ത ബ്രേക്ക് ഫോർ ലൂപ്പിൻ്റെ അകത്തുനിന്നാണ് എക്സിറ്റ് ചെയ്യുക, സ്വിച്ചിൻ്റെ ഇത് സ്വിച്ചിൻ്റെ അകത്തുനിന്ന് എക്സിറ്റ് ചെയ്യുന്ന രീതിയിലാണ് വരിക. ഓക്കെ ഓക്കെ, സോ ബ്രേക്ക് ദാറ്റ് ടെർമിനേറ്റ്സ് എ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എഫക്ട്സ് ഓൺലി ദാറ്റ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് നോട്ട് എനി എൻക്ലോസിങ് ലൂപ്സ്. ഓക്കെ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ. ഇനി ഒരുപാട് ഇങ്ങനെ ബ്രേക്ക് യൂസ് ചെയ്യുന്ന അത്ര നല്ലതൊന്നുമല്ല കേട്ടോ. അതും ആലോചിച്ച് വെച്ചോളൂ. ഇങ്ങനെ അവിടെ ബ്രേക്ക്, ഇവിടെ ബ്രേക്ക്, അവിടെ ബ്രേക്ക് ഒക്കെ യൂസ് ചെയ്തിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കോഡ് ഉണ്ടാക്കുന്നതൊന്നും അത്ര നല്ലതല്ല എന്ന് പറയുന്നത്. അതും റീഡബിലിറ്റിക്ക് പ്രശ്നമാണ്. നമുക്ക് പിന്നെ നമ്മളൊരു അവസരത്തിൽ കോഡൊന്ന് റീഡ് ചെയ്യേണ്ട ആവശ്യം വരും. എപ്പോഴും നമ്മൾ ഒരേ കോഡ് തന്നെയല്ല ചെയ്യുക. ചില സമയത്ത് വേറെ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തണം. നമ്മളെ കോഡ് ചില സമയത്ത് കുറേ കഴിഞ്ഞാൽ വർക്ക് ചെയ്യാണ്ടൊക്കെ ആവും, ചില സിറ്റുവേഷൻസിൽ വർക്ക് ചെയ്യാണ്ടാവും. നമ്മൾ ഫുള്ളി ടെസ്റ്റ് ചെയ്തിട്ടൊന്നും നമുക്ക് എപ്പോഴും 100% എഫിഷ്യൻറ്റ് ടെസ്റ്റിംഗ് നടത്തിയെന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ കസ്റ്റമറിന് കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ എററൊക്കെ വന്ന് വിടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് കോഡ് നോക്കണ്ടേ? കോഡ് നോക്കാണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? കോഡ് നോക്കുമ്പോൾ ഈ കണ്ടമാനം ബ്രേക്കൊക്കെ കൊടുത്തതാണെങ്കിൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുമോ? ഇല്ല. മനസ്സിലാക്കിയാലല്ലേ നിങ്ങൾക്ക് കോഡ് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ തന്നെ പാടുപെടും. അതുകൊണ്ട് ഒരുപാട് ബ്രേക്കൊന്നും യൂസ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, യൂസിങ് ബ്രേക്ക് ആസ് എ ഫോം ഓഫ് ഗോ ടു. ഇനി ബ്രേക്ക് എങ്ങനെ നമ്മൾ ഗോ ടു യൂസ് ചെയ്യുന്ന അതേ രീതിയിൽ എങ്ങനെ ബ്രേക്ക് യൂസ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ സിവിലൈസ്ഡ്. സോ ഗോ ടുവിനെ സിവിലൈസ്ഡ് എന്ന് പറയുന്നില്ല, അവിടെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഗോ ടു നല്ലതല്ല എന്നാണ് പറയുന്നത്. ഗോ ടുവിൻ്റെ സിവിലൈസ്ഡ് ഫോം എന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഗോ ടു അൺസിവിലൈസ്ഡ് ആണെന്ന് അർത്ഥം. അൺസിവിലൈസ്ഡ് എന്ന് വെച്ചാൽ എന്താ? കാടന്മാരെയല്ലേ അൺസിവിലൈസ്ഡ് എന്ന് പറയാം അല്ലേ? സോ ഗോറ്റുവിന് അത്ര ഗോ ടു യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. എഫിഷ്യൻറ്റ് പ്രോഗ്രാമേഴ്സ് അല്ലെങ്കിൽ ഗുഡ് പ്രോഗ്രാമേഴ്സ്, എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പം ഫാസ്റ്റ്നെസ് നോക്കുമ്പോൾ ഗോ ടു ചിലപ്പം നല്ലതായിരിക്കും. പക്ഷേ ഗുഡ് പ്രോഗ്രാമേഴ്സ് ഡസൻറ്റ് യൂസ് ഗോ ടു എന്നാണ് പറയുന്നത്.
സോ സിവിലൈസ്ഡ് ഫോം ഓഫ് ഗോ ടു ആയിട്ട് നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യാം. ജാവ ഡസ് നോട്ട് ഹാവ് എ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അത് ഓർത്ത് വെച്ചോളൂ. ജാവക്ക് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. ആരെങ്കിലും ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ ജാവയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ്റർവ്യൂവിൽ എങ്ങനെ ചോദിച്ചാൽ നോ എന്ന് പറയണം. ഓക്കെ ഓക്കെ, ബിക്കോസ് ഗോ ടു റിട്ടൺ കോഡ് ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഗോ ടു യൂസ് ചെയ്താൽ ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ്, ഹാർഡ് ടു മെയിൻറ്റെയിൻ കോഡാണെന്ന് പറയുന്നത്. So Java defines an expanded form of the break statement. Break statement ഒരു expanded form which uses a label. ലേബിളും കൂടി അതിൻ്റെ കൂടെ യൂസ് ചെയ്യും. സോ ബൈ യൂസിങ് ദിസ് ഫോം ഓഫ് ബ്രേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ ഗോ ടു യൂസ് ചെയ്തിട്ട് നമുക്കുള്ള ഒരേ ഒരു ഉപയോഗം നമ്മൾ പറഞ്ഞു. ഗോ ടു യൂസ് ചെയ്തിട്ട് ഉപയോഗങ്ങളുണ്ട്, അത് ഡെഫിനറ്റ്ലി അത് ഉപയോഗമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ കോഡ് ചെയ്യാൻ ചിലപ്പം ഗോ ടു നമുക്ക് യൂസ്ഫുൾ ആയിട്ടൊക്കെ വരും. പക്ഷേ ഗോ ടുവിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്പെഗറ്റി കോഡ് ഉണ്ടാക്കും എന്നുള്ളതാണ്. നൂഡിൽസ് പോലത്തെ കോഡ് ഉണ്ടാക്കി കളയും നമ്മൾ ഒരുപാട് ഗോ ടു ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. കോഡ് റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടും. സോ ഗോ ടു യൂസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു. പക്ഷേ എന്താണ് നെസ്റ്റഡ് ഫോഴ്സ് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പുറത്തോട്ട് വരണം എന്നുണ്ടെങ്കിൽ, ഔട്ടമോസ്റ്റ് 4ൻ്റെ പുറത്തോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഗോ ടു യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞല്ലേ. അതാണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള യൂസ് ഗോ ടുവിൻ്റെ. ആ രീതിയിൽ യൂസ് ചെയ്യാനാണ് നമ്മൾ ബ്രേക്ക്, ആ രീതിയിൽ യൂസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ബ്രേക്കിന് നമ്മൾ അങ്ങനെ മാറ്റി തീർക്കുകയാണ്. ബ്രേക്കിൻ്റെ ഒരു വകഭേദം ഉണ്ടാക്കുകയാണ്. വേർ യു ക്യാൻ യൂസ് ഇറ്റ് ആസ് use it instead of go to when you wanted to break out of one or more blocks of code. Okay, so these blocks need not be part of a loop or a switch. ഇനിയിപ്പോൾ ലൂപ്പിൻ്റെ അകത്താണെന്ന് നിർബന്ധമില്ല കേട്ടോ. നമ്മൾ ഈ ബ്രേക്ക് സാധാരണ നമ്മളെപ്പോഴും ബ്രേക്ക് യൂസ് ചെയ്യപ്പെടാം, ലൂപ്പിൻ്റെ അകത്തുനിന്നാണ് ബ്രേക്ക് യൂസ് ചെയ്യുക, ലൂപ്പിൻ്റെ അകത്തുനിന്നാണ് ബ്രേക്ക് യൂസ് ചെയ്യുക, നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ബ്രേക്ക് ലേബിളിൻ്റെ കൂടെ യൂസ് ചെയ്യുമ്പോഴേ നമ്മൾ ഇങ്ങനെ നിർബന്ധം ഇല്ല നമുക്കങ്ങനെ. ലൂപ്പിൻ്റെ അകത്തുനിന്ന് തന്നെ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അതാ പറയുന്നത്. ദേ ക്യാൻ ബി എനി ബ്ലോക്ക്. ഇറ്റ് ക്യാൻ ബി എനി ബ്ലോക്ക്. ഈവൻ ഇഫ് ബ്ലോക്കിൻ്റെ അകത്തുനിന്നല്ല നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യാം. ബ്രേക്ക് ലേബിൾ ഒക്കെ അങ്ങനെ യൂസ് ചെയ്യാം ഇഫ് ബ്ലോക്കിൻ്റെ അകത്തൊക്കെ. ഓക്കെ, സാധാരണ നമ്മളെപ്പോഴും പറയാം എന്താ, ബ്രേക്ക് എവിടെ യൂസ് ചെയ്യാം, ലൂപ്പിൻ്റെ അകത്തുനിന്നല്ലേ പറയാം. പക്ഷേ ലൂപ്പിൻ്റെ അകത്തുനിന്നാണ് മിക്കവാറും യൂസ് ചെയ്യാം. പക്ഷേ അല്ലാതെ ഇങ്ങനെ ഇഫ് ബ്ലോക്കിൻ്റെ അകത്തുനിന്നോ അല്ലെങ്കിൽ ഏത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് കോഡ് ഇട്ടാൽ അത് ബ്ലോക്കാണ് ആക്ച്വലി അല്ലേ. അങ്ങനെ ഏത് ബ്ലോക്കിൻ്റെ അകത്തും യൂസ് ചെയ്യാന്ന് പറയുന്നു. സോ ബ്രേക്സ് ഗിവ് യു ദ ബെനിഫിറ്റ്സ് ഓഫ് എ ഗോ ടു വിത്തൗട്ട് ഇറ്റ്സ് പ്രോബ്ലംസ്, അങ്ങനെ പറയുന്നത് കേട്ടോ. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഗോ ടു പോലെ യൂസ് ചെയ്യാം, പക്ഷേ ഗോ ടുവിൻ്റെ പ്രോബ്ലംസ് ഇല്ലാതെ യൂസ് ചെയ്യാം. സോ ജനറൽ ഫോം ഓഫ് ദ ലേബിൾഡ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് അതാണിത്. ബ്രേക്ക് ഫോളോഡ് ബൈ എ ലേബിൾ, ഒരു ലേബിളും കൂടി പറയണം അതിൻ്റെ കൂടെ. ഓക്കെ, ബ്രേക്ക് ഫോളോഡ് ബൈ എ ലേബിൾ സെമികോളൻ. ഓക്കെ, സോ ലേബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ്സ് എ നെയിം ഓഫ് എ ലേബിൾ ദാറ്റ് ഐഡൻറ്റിഫൈസ് എ ബ്ലോക്ക് ഓഫ് കോഡ്. സോ ഒരു ബ്ലോക്ക് ഓഫ് കോഡിന് നമുക്ക് ഇതൊരു ബ്ലോക്ക് ഓഫ് കോഡാണെന്ന് വെച്ചോ, ഇതിനെ നമുക്കൊരു ലേബിൾ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ലേബിൾ കോളൻ. ഓക്കെ, സോ ദിസ് ക്യാൻ ബി എ സ്റ്റാൻഡ് അലോൺ ബ്ലോക്ക് ഓഫ് കോഡ്. It can also be a block that is target of another statement. Okay, ആവാം. Okay, when this form of break executes, control is transferred out of the name. So ഞാൻ ഇവിടെ നിന്നൊരു ബ്രേക്ക്, ഇവിടെ നിന്ന് ഈ ബ്ലോക്കിൻ്റെ അകത്ത് നിന്ന് ബ്രേക്ക്, ഇവിടെ കുറേ എന്തെല്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടെന്ന് വെച്ചോ, പിന്നെ ഇവിടെ നിന്ന് ബ്രേക്ക് ലേബിളിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ബ്ലോക്കിൽ നിന്ന്, ഈ മൊത്തം ബ്ലോക്ക് ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് ഞാൻ പുറത്ത് വരും, എന്നിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലോട്ട് വരും. ഓക്കെ, അതിപ്പോൾ ഫോർ ലൂപ്പ് ആണെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, സോ ബ്രേക്ക് ദ ബ്ലോക്ക് എന്ന് അർത്ഥം ഇവിടെ. ബ്രേക്ക് ലേബിൾ എന്ന് പറഞ്ഞാൽ ലേബിൾ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ആ ബ്ലോക്ക് നിന്ന് എനിക്ക് പുറത്ത് വരണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബട്ട് യു കനോട്ട് യൂസ് ബ്രേക്ക് ടു ട്രാൻസ്ഫർ കൺട്രോൾ ഔട്ട് ഓഫ് എ ബ്ലോക്ക് ദാറ്റ് ഡസ് നോട്ട് എൻക്ലോസ് ദ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഞാനിവിടെ വേറൊരു ബ്രേക്ക് ലേബിൾ കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് ലേബിൾ 1 ആണെന്ന് വെച്ചോ, ഇത് ലേബിൾ 2 ആണെന്ന് വെച്ചോ. സോ ഈ ലേബിൾ 1 ഇവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ലേബിൾ 2 ഇവിടെയാണ്. ഇവിടെ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് ഉണ്ട് കേട്ടോ, ലേബിൾ 1 ഇവിടെ ബ്രേക്ക് ലേബിൾ 1 എനിക്ക് കൊടുക്കാം, പക്ഷേ എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, ലേബിൾ 2 കൊടുക്കാൻ പറ്റില്ല. ബ്രേക്ക് ലേബിൾ 2 ഇവിടെ കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ഈ ലേബിൾ 2 എന്ന് പറയുന്നത് ഇത് എൻക്ലോസ് ചെയ്യുന്ന ബ്ലോക്കിൻ്റെ പേരല്ല. ഓക്കെ, ഇത് എൻക്ലോസ് ചെയ്യുന്ന ബ്ലോക്കിൻ്റെ പേരെന്താണ്, ലേബിൾ 1 ആണ്. സോ ലേബിൾ 1 എന്നേ എനിക്ക് പുറത്തുതരാൻ പറ്റുള്ളൂ.
അതിന് വേണ്ടിയിട്ട് ഈ അതിന് വേണ്ടി അതേ ബ്രേക്ക് ലേബിൾ 1 എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, ബ്രേക്ക് ലേബിൾ 2 കൊടുക്കാൻ പറ്റില്ല, ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. എന്തേ കൊടുക്കാൻ പറ്റുള്ളൂ? ബ്രേക്ക് ലേബിൾ 1 കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഓക്കെ. സോ ബ്ലോക്ക് എങ്ങനെ ലേബിൾ ചെയ്യാന്ന്? ലേബിൾ ഇസ് എനി വാലിഡ് ജാവ ഐഡൻറ്റിഫയർ. നമ്മൾ വേരിയബിൾസിനൊക്കെ പേര് കൊടുക്കുന്ന പോലെ ബ്ലോക്കിനും പേര് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് ലേബിൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് കാണാം ബ്രേക്ക് എന്നാ പേര് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ക്ലാസ്സിൻ്റെ പേര്, ക്ലാസ്സിൻ്റെ പേര് ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ ക്ലാസ്സിൻ്റെ പേര്? ഇപ്പോൾ ഞാൻ പറയൂ കുട്ടികളെ, ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ബിക്കോസ് അതൊരു കീവേഡാണ്. ജാവയിലെ കീവേഡ് അല്ലേ. കീവേഡിൻ്റെ പേരിൽ നമുക്ക് ഒരിക്കലും ക്ലാസ്സിൻ്റെ പേരോ വേരിയബിളിൻ്റെ പേരോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ബി എന്ത് കൊടുക്കുന്നത്? ബി എന്താണ്? ബി ക്യാപിറ്റലാണ്. ജാവ ഈസ് കേസ് സെൻസിറ്റീവ് ഓർ ഇൻസെൻസിറ്റീവ്? sensitive or case insensitive? Java is case sensitive. Case sensitive എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് ബി ഇവിടെ ബിഗ് ആയിട്ട് കൊടുക്കുമ്പം ഇത് വേറെ തന്നെ ഒരു വേർഡായിട്ട് എടുക്കുക. ഇറ്റ് ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് ഈ ബ്രേക്ക് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. സോ യു ക്യാൻ യൂസ് പല രീതിയിൽ ഇപ്പം യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ ഇവിടെ ബൂളിയൻ എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റ ടൈപ്പ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് ഓഫ് ടൈപ്പ് ബൂളിയൻ. ഓക്കെ, അതിൻ്റെ വാല്യൂ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബൂളിയൻ എന്ന് പറഞ്ഞാൽ ഡേറ്റ ടൈപ്പ് ജാവേൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. നമ്മുടെ സിയിലൊന്നും ബൂളിയൻ ഇല്ല. ഓക്കെ, ഇനി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞിട്ട് 3 ബ്ലോക്സ്, വെറുതെ ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുക. നമുക്ക് ലൂപ്പ് എന്നല്ല ഇത്, ഇറ്റ്സ് നോട്ട് എ ലൂപ്പ്, വെറുതെ ബ്ലോക്സ് ആണ്. ഫസ്റ്റ് എന്ന് പറഞ്ഞ ബ്ലോക്കിൻ്റെ അകത്താണ് സെക്കൻഡ് എന്ന് പറഞ്ഞ ബ്ലോക്ക്, സെക്കൻഡ് എന്ന് പറഞ്ഞ ബ്ലോക്കിൻ്റെ അകത്താണ് തേർഡ് എന്ന് പറഞ്ഞ ബ്ലോക്ക്. സോ നിങ്ങൾക്ക് കാണാം ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെ തേർഡാണ്, ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെ സെക്കൻഡ് ബ്ലോക്കാണ്, റൈറ്റ്. ഇവിടെ തൊട്ടിട്ട് ഇവിടം വരെ ഫസ്റ്റ് ബ്ലോക്കാണ്. ഇത് മെയിൻ ഫങ്ഷൻ്റെതാണ്, ദിസ് ഇസ് മെയിൻ്റെ എൻഡിങ് ആണ്. ഓക്കെ, ഓക്കെ. സോ ഇവിടെ നിങ്ങൾക്കറിയാം ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നിട്ട് 3 ബ്ലോക്ക്, നെസ്റ്റഡ് ബ്ലോക്സ് എന്നൊക്കെ പറയാം അല്ലേ. സോ ഇതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറയൂ? ഫസ്റ്റ് സെക്കൻഡ് തേർഡിൻ്റെ അകത്ത് കയറി ബിഫോർ ദ ബ്രേക്ക് എന്ന് പ്രിൻറ്റ് ചെയ്തു. ഇഫ് 3 ബ്ലോക്സ് ഉണ്ട്, നെസ്റ്റഡ് ബ്ലോക്സ് ആണ് ഇവിടെ. ഫസ്റ്റിൻ്റെ അകത്ത് സെക്കൻഡ്, സെക്കൻഡിൻ്റെ അകത്ത് തേർഡ്, 4 ആവണമെന്ന്, 4 ലൂപ്പ് എന്നല്ല ഇത് വെറും ബ്ലോക്സ് ആണ്. ബ്ലോക്സ് ഓഫ് കോഡ് എന്ന് പറഞ്ഞാൽ വെറുതെ നമുക്ക് ഇങ്ങനെ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ കുറച്ച് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ബ്ലോക്ക് ഓഫ് കോഡ് എന്നാണ് വിളിക്കുക. അതിന് നമുക്ക് വെറുതെ ഒരു പേരും കൊടുക്കാം, ലേബിൾ വെച്ചിട്ട് ഒരു ലേബിൾ കൊടുത്തിട്ട് ലേബിൾ കോളൻ എന്ന് കൊടുക്കണം. അങ്ങനെ വെച്ചാൽ ഈ ബ്ലോക്ക് ഓഫ് കോഡിൻ്റെ പേരാണ് ഈ ലേബിൾ. സോ ലേബിൾ 1 എന്നാണ് പേരെങ്കിൽ അങ്ങനെ. ഇവിടെ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലേബിളിലുള്ള ഒരു കോഡ്, ഒരു ബ്ലോക്ക് ഓഫ് കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടം തൊട്ടിട്ട് ഇവിടം വരെയാണ്. ഓക്കെ, ഫ്രം ഹിയർ ടു ഹിയർ യു ഹാവ് ദിസ് ഫസ്റ്റ് എന്ന് പറഞ്ഞ ബ്ലോക്ക് ഓഫ് കോഡ്. ഇത് സെക്കൻഡ് എന്ന് പറഞ്ഞ ബ്ലോക്ക് ഓഫ് കോഡ്, അത് ഫസ്റ്റിൻ്റെ അകത്താണ് കേട്ടോ. ഇനി തേർഡ് എന്ന് പറഞ്ഞത് സെക്കൻഡിൻ്റെ അകത്താണ്. ഓക്കെ, ഇതിപ്പം പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഒന്ന് സെക്കൻഡ് തേർഡ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും, തുള്ളി തുള്ളി ഇവിടെ വന്ന് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് എൽ എൻ ബിഫോർ ദ ബ്രേക്ക് എന്ന് പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇഫ് ഓഫ് ടി എന്ന് പറയുമ്പം കണ്ടീഷണൽ എക്സ്പ്രഷൻ ടി എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ട്രൂ ആണോ എന്നാണ് നോക്കുന്നത്. യെസ്, ട്രൂ ആണല്ലേ, ഇവിടെ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ട്രൂന്ന്. സോ ഇഫ് ട്രൂ, യെസ്. അന്നേരം എന്ത് ചെയ്യും? ഇഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണിത്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ എക്സിക്യൂട്ട് ചെയ്യുന്നത്? ബ്രേക്ക് സെക്കൻഡിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ പറയുന്നത്, ബ്രേക്ക് ഔട്ട് ഓഫ് സെക്കൻഡ് ബ്ലോക്ക്. ഇത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? ബ്രേക്ക് ചെയ്യാൻ പറ്റും, ബിക്കോസ് തേർഡ് എന്ന് പറയുന്നത് സെക്കൻഡിൻ്റെ അകത്താണല്ലോ. തേർഡ് എന്ന് പറയുന്നത് സെക്കൻഡിൻ്റെ അകത്താണ്. സോ എനിക്ക് എവിടെ നിന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും? തേർഡിൽ നിന്ന് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ, തേർഡിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട്, തേർഡിൽ നിന്ന് ബ്രേക്ക് ചെയ്യുന്നത് എവിടെയാണ്? തേർഡിൽ നിന്നല്ല ബ്രേക്ക് ചെയ്യുന്നത്. ഇവിടെ ബ്രേക്ക് ഓഫ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡിൽ നിന്നാണ് ഞാൻ ബ്രേക്ക് ചെയ്യുന്നത്, അത് ആലോചിക്കണം. സെക്കൻഡിൽ നിന്നാണ് ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് സെക്കൻഡ് കഴിഞ്ഞാലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് എക്സിക്യൂട്ട് ചെയ്യും. സെക്കൻഡ് കഴിഞ്ഞാലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, സെക്കൻഡ് ബ്ലോക്ക് കഴിഞ്ഞാലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതാണല്ലോ, ദിസ് ഇസ് ആഫ്റ്റർ സെക്കൻഡ് ബ്ലോക്ക്, അത് എക്സിക്യൂട്ട് ചെയ്യും. ഇതും എക്സിക്യൂട്ട് ചെയ്യില്ല, ബിക്കോസ്
ഞാൻ ബ്രേക്ക് സെക്കൻഡ് എന്നാണ് കൊടുത്തത്. ബ്രേക്ക് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് സെക്കൻഡ് ബ്ലോക്കാണ് ബ്രേക്ക് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഐ വോണ്ട് ടു ബ്രേക്ക് ഔട്ട് ഓഫ് സെക്കൻഡ് ബ്ലോക്ക്. അതെനിക്ക് സാധിക്കുകയും ചെയ്യും, ബിക്കോസ് ഈ പറയുന്നത് ഇത് എൻക്ലോസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ. ഇതിൻ്റെ ഉള്ളിലാണ് ഈ ബ്രേക്ക് സെക്കൻഡ് എന്നുള്ളത്. സെക്കൻഡിൻ്റെ ഉള്ളിലാണ് ബ്രേക്ക് സെക്കൻഡ് ഉള്ളത്. അതുകൊണ്ട് എനിക്ക് തേർഡ് ബ്ലോക്ക് സെക്കൻഡ് ബ്ലോക്കിൻ്റെ അകത്തുള്ളത് കൊണ്ട് എനിക്ക് തേർഡ് ബ്ലോക്കിൻ്റെ അകത്തുനിന്ന് ബ്രേക്ക് സെക്കൻഡ് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. അതാണ് റൂള്. ഇറ്റ് ഷുഡ് എൻക്ലോസ് എന്നാണ് റൂള്. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. ഈവൻ ബ്രേക്ക് ഫസ്റ്റും കൊടുക്കുന്നതിന് പ്രശ്നമില്ല. ബ്രേക്ക് ഇവിടെ സെക്കൻഡിന് പകരം ഫസ്റ്റും കൊടുക്കുന്നതിന് എനിക്ക് പ്രശ്നമില്ല. ബ്രേക്ക് തേർഡ് കൊടുക്കുന്നതിന് തീരെ പ്രശ്നമില്ല. ബ്രേക്ക് സെക്കൻഡ് കൊടുക്കുന്നതിനും പ്രശ്നമില്ല. ബ്രേക്ക് ഫസ്റ്റ് കൊടുക്കുന്നതിനും പ്രശ്നമില്ല. ബ്രേക്ക് ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടത്തേക്ക് വരില്ല. ഐ വോണ്ട് കം ഹിയർ. ഇവിടെ ഇത് പ്രിൻറ്റ് ചെയ്യില്ല. നേരെ എവിടെ പോകും? ഫസ്റ്റ് കഴിഞ്ഞാലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഇല്ല. മെയിൻ ഫംഗ്ഷൻ എൻഡ് ചെയ്യുന്നതാണ്. സോ ഒന്നും പ്രിൻറ്റ് ചെയ്യാണ്ട് പുറത്ത് വരും. സെക്കൻഡ് കൊടുത്താൽ ഇത് പ്രിൻറ്റ് ചെയ്തിട്ട് പുറത്ത് വരും. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. സോ ലൂപ്പല്ല ഇത് കേട്ടോ. ദിസ് ഇസ് നോട്ട് ലൂപ്പ്. ഗോ ടുവിൻ്റെ അതേ എഫക്റ്റ് ആണല്ലോ ഇത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഗോ ടുവിൻ്റെ എഫക്റ്റ് അല്ലേ ഇത്. ഗോ ടു നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ നെസ്റ്റഡ് ഫോറിൻ്റെ അകത്തുനിന്നൊക്കെ ബ്രേക്ക് യൂസ് ചെയ്താൽ ആ പെർട്ടിക്കുലർ ഫോർ ലൂപ്പിൻ്റെ അകത്തുനിന്നേ പുറത്ത് വരുള്ളൂ. സിംഗിൾ ബ്രേക്ക് അതായത് ലേബിൾ ഇല്ലാതെ ബ്രേക്ക്, നമ്മൾ സീല് പഠിച്ച പോലെ ലേബിൾ ഇല്ലാതെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്താൽ ആ പെർട്ടിക്കുലർ ഫോറിനെ പുറത്ത് വരുള്ളൂ. റൈറ്റ്, നേരത്തെ അതെല്ലാം സംസാരിച്ചല്ലോ നമ്മൾ. പക്ഷേ ഇവിടെ ബ്രേക്ക് ലേബിൾ വെച്ചിട്ട് ലേബിളും കൂടി ഉൾപ്പെടുത്തി കഴിയുമ്പോൾ ഗോ ടുവിൻ്റെ അതേ എഫക്റ്റാണ് വരുന്നത്. മനസ്സിലായോ? ഗോ ടുവിൻ്റെ എഫക്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇറ്റ്സ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇതിൻ്റെ അകത്ത് എന്ത് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യൂ? ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതായത് ആ സ്റ്റേറ്റ്മെൻറ്റ് ദിസ് ഇസ് ആഫ്റ്റർ സെക്കൻഡ് ബ്ലോക്ക്. എന്തുകൊണ്ടാണ് അത് മാത്രം എക്സിക്യൂട്ട് ചെയ്യുന്നത്? ബിക്കോസ് വി ആർ ഗിവൺ ഹിയർ ഇഫ് ഓഫ് ടി ബ്രേക്ക് സെക്കൻഡ്. ടി എന്ന് പറയുന്നത് ട്രൂ ആണെങ്കിൽ ബ്രേക്ക് സെക്കൻഡ് എന്നാണ് കൊടുക്കുന്നത്. ബ്രേക്ക് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡിൻ്റെ പുറത്ത് വരണം എന്നാണ് പറയുന്നത്. ഐ വോണ്ട് ടു കം ഔട്ട് ഓഫ് സെക്കൻഡ്. എന്തെങ്കിലും ഡൗട്ട് എന്തോ പറയാൻ ചോദിക്കുന്നുണ്ടോ? ഇറ്റ്സ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? ഇവിടെ ബ്രേക്ക് തേർഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ബ്രേക്ക് തേർഡാണ് ഞാൻ കൊടുത്തതെന്ന് വെച്ചോ. വാട്ട് വിൽ ഹാപ്പൻ? സെക്കൻഡ് അല്ല, തേർഡാണ്. വാട്ട് വിൽ ഹാപ്പൻ? ഇത് പ്രിൻ്റ് ചെയ്യോ? യെസ്, ഇത് പ്രിൻ്റ് ചെയ്യും. ദിസ് വിൽ പ്രിൻറ്റ്. ദിസ് വോണ്ട് എക്സിക്യൂട്ട് എന്നല്ല, ദിസ് വിൽ എക്സിക്യൂട്ട് അല്ലേ. ഇത് പ്രിൻ്റ് ചെയ്യില്ലേ? ഇത് പ്രിൻ്റ് ചെയ്യില്ലേ? ഇത് പ്രിൻ്റ് ചെയ്യും. ദിസ് വോണ്ട് എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് പ്രിൻ്റ് ചെയ്യും. ദിസ് വോണ്ട് എക്സിക്യൂട്ട് പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് ഇതും പ്രിൻ്റ് ചെയ്യും. ദിസ് ഇസ് ആഫ്റ്റർ സെക്കൻഡ് ബ്ലോക്ക്, അതും പ്രിൻ്റ് ചെയ്യും. റൈറ്റ്? ഇഫ് ഐ ഹാഡ് ഗിവൺ ബ്രേക്ക് തേർഡ്. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഇനി ഞാൻ ബ്രേക്ക് സെക്കൻഡ് കൊടുത്താൽ പറഞ്ഞു, ബ്രേക്ക് ഫസ്റ്റ് കൊടുത്താലോ? ഇതും പ്രിൻ്റ് ചെയ്യില്ല, ഇതും പ്രിൻ്റ് ചെയ്യില്ല. ദിസ് വിൽ നോട്ട് പ്രിൻറ്റ്, ദിസ് വിൽ നോട്ട് പ്രിൻറ്റ്, ദിസ് വിൽ നോട്ട് പ്രിൻറ്റ് അല്ലേ? യെസ്. ഇനി ഞാൻ ഒന്നും കൊടുത്തില്ല, ബ്രേക്കേ കൊടുത്തില്ലെങ്കിലോ? ഇഫ് ഐ ഡിഡ്ന്റ് ഗിവ് ദിസ്, if I didn't give this, then it will print this അല്ലേ? ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ? ഓക്കെ, ഇനി ഇത് വേറൊരു എക്സാമ്പിളാണ്. ഇതൊന്നും നിങ്ങൾ നോക്കൂ എന്താണ് സംഭവിക്കുന്നുള്ളത്. ഇവിടെ ഒരു ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട് ബ്രേക്ക് ലൂപ്പ് 4. എന്നിട്ട് ഈ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ഒരു ഔട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ലേബിൾ ക്രിയേറ്റ് ചെയ്ത്, ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത്, ബ്ലോക്ക് വിത്ത് ലേബിൾ എന്ന് പറയുന്നത് അല്ലേ.
ആ ബ്ലോക്കിൻ്റെ അകത്ത് ഫോർ ലൂപ്പ് ഉണ്ട്. ഫോർ ലൂപ്പിൻ്റെ അകത്ത് വേറൊരു ഫോർ ലൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്തൊരു ഇഫ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഇഫ് ജെ ഈക്വൽ ടു 10 ആണെന്ന് നോക്കിയിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഔട്ടർന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഔട്ടർ എന്ന് പറഞ്ഞാൽ ഈ മൊത്തം സംഭവത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്യും. ഇതാണ് ഔട്ടർ എന്ന് പറഞ്ഞ ബ്ലോക്ക്. ഇത് 4 ആണ്. ഇത് ഇതാരാണ്? ഇത് മെയിൻ, ഇത് ക്ലാസ്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത് പറയൂ. ഓക്കെ, കയറി നേരെ ഇങ്ങോട്ട് കയറും. ലേബിളിൽ വെച്ചിട്ടുള്ള ബ്ലോക്ക് ഒരു പേര് കൊടുത്തു എന്നല്ലേ ഉള്ളൂ. നേരെ ഇങ്ങോട്ടേക്ക് കയറി I equal to 0, I less than 3, yes. പാസ് 0 കോളൻ. ഓക്കെ, എന്നിട്ട് നേരെ ഇന്നർ ഫോറിൽ കയറി ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദൻ 100, യെസ്. ഇഫ് ജെ ഈക്വൽ ടു 10 അല്ല, ജെ ഈക്വൽ ടു 10 അല്ല, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് ജെ പ്ലസ് ജെ എന്ന് പറയുന്നത് 0 ഒരു സ്പേസും കൂടി കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇന്നർ ഫോറിൻ്റെ നെക്സ്റ്റ് ഐട്രേഷനിലോട്ട് പോവും. ജെ പ്ലസ് പ്ലസ്, അന്നേരം 1 ആവും. പിന്നെ അങ്ങനെ എത്ര വരെ 9 വരെ അല്ലേ. 4 5 6 7 8 എല്ലാത്തിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ട് കേട്ടോ. 9 പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് 10 ആകുമ്പം ബ്രേക്ക് ഔട്ടർ എന്നാണ്. ഇഫ് ജെ ഈക്വൽ ടു 10 ബ്രേക്ക് ഔട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് ഔട്ടർ അല്ലേ. ഇതിന്ന് പുറത്ത് വരുന്ന വെച്ചാൽ ഈ ബ്ലോക്കിൽ നിന്ന് പുറത്ത് വരും. ഈ ബ്ലോക്കിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഇവിടത്തേക്കാണ് വരിക. ഇറ്റ് കംസ് ഹിയർ. ബ്രേക്ക് ഔട്ടർ എന്ന് കൊടുക്കുമ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് കാരണം എവിടത്തേക്കാണ് വരിക? ഇവിടത്തേക്കാണ് വരിക. എന്നിട്ട് പ്രിൻറ്റ് ചെയ്യുന്നത് ലൂപ്സ് കംപ്ലീറ്റ് എന്ന് വരും. സോ ഈ ഒരു പാസ് കഴിയുമ്പോൾ ലൂപ്സ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്ത് വരും. നെക്സ്റ്റ് ഔട്ടർ ലൂപ്പിൻ്റെ നെക്സ്റ്റ് ഐട്രേഷനിലോട്ട് പോകുന്നില്ല. ഇത് നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളാണ്, പക്ഷേ ഇവിടെ ബ്രേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. നേരത്തെ പാസ് 0, പാസ് 1, പാസ് 2 വരെ പോയില്ലേ, റൈറ്റ്? പാസ് 0, പാസ് 1, പാസ് 2 വരെ പോയിരുന്നു. ഇപ്പം അത് പോയില്ല, ബിക്കോസ് നമ്മൾ ബ്രേക്ക് ഔട്ടർ കൊടുത്തു. ബ്രേക്ക് ഔട്ടർ എന്ന് വെച്ചാൽ ഔട്ടർ ഫോർ ലൂപ്പിൽ നിന്ന് തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്തു. ആർ യു ദേർ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, യെസ് ഓർ നോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ കുട്ടികളെ? ഇനി വേറൊരു എക്സാമ്പിളും കൂടി കാണാം. ബ്രേക്ക് ERR എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് മെയിൻ ഫംഗ്ഷൻ അതിൻ്റെ അകത്ത് ഒരു 1 എന്ന് പറഞ്ഞിട്ടൊരു ലേബിൾഡ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് 1, ഓക്കെ, ആ ലേബിൾഡ് ബ്ലോക്കിൽ 4 എന്ന് പറഞ്ഞിട്ട് ലൂപ്പ് ഉണ്ട് അല്ലെ. 4 ലൂപ്പ് ഉണ്ട്. 4 എന്ന് പറഞ്ഞ ലൂപ്പല്ല 4 ലൂപ്പിൻ്റെ അകത്ത് പാസ് കേൾക്കുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത്? സോ പാസ് 0 പ്രിൻറ്റ് ചെയ്തു അല്ലേ. പാസ് 1 പ്രിൻറ്റ് ചെയ്തു, അങ്ങനെയൊക്കെ പ്രിൻറ്റ് ചെയ്തു അല്ലേ. സോ ഇതിൽ പ്രശ്നമുണ്ട്, ഇതിൽ എററുണ്ട്. എന്താ എറർ? ഇവിടെ നോക്കൂ, ഈ ലൂപ്പിൻ്റെ അകത്തുനിന്ന് ഞാൻ കൊടുക്കുവാണ് ഇഫ് ജെ ഈക്വൽ ടു 10 ബ്രേക്ക് 1. ഇത് പോസിബിൾ ആണോ? ജെ ഈക്വൽ ടു 10 ബ്രേക്ക് 1 എന്ന് പറയുന്ന ആ ലേബിളിൽ എൻക്ലോസ് ബ്രേക്ക് 1 എന്ന് പറഞ്ഞാൽ കൊടുക്കുമ്പോൾ ആ 1 എന്ന് പറഞ്ഞ ലേബിൾഡ് ബ്ലോക്കിൻ്റെ അകത്താണോ ഈ ബ്രേക്ക് 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്? 1 എന്ന് പറയുന്ന ആ ലേബിൾഡ് ബ്ലോക്കിൻ്റെ അകത്താണോ ഈ ബ്രേക്ക് 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്? അല്ലല്ലോ. 1 ഇവിടെയാണല്ലോ. 1ൻ്റെ ബ്ലോക്ക് 1 എന്ന് പറഞ്ഞ ലേബിൾഡ് ബ്ലോക്ക് ഇത് ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെയാണ്, റൈറ്റ്? ഇവിടെ തൊട്ടിട്ട് ഇവിടെ വരെയാണ്. അതിൻ്റെ പുറത്തുനിന്നാണ് ഞാൻ ബ്രേക്ക് 1 കൊടുക്കുന്നത്. ഇത് വല്ല ഗുണവും ചെയ്യോ? ഇങ്ങനെ ചെയ്താൽ വർക്ക് ചെയ്യോ?
നോ, അതുകൊണ്ടാണ് ഇത് റോങ്. ദിസ് ഇസ് റോങ്. ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. സോ സിൻസ് ദ ലൂപ്പ് ലേബിൾഡ് 1 ഡസ് നോട്ട് എൻക്ലോസ് ദ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എൻക്ലോസ് ചെയ്യാത്തത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ട്രാൻസ്ഫർ കൺട്രോൾ ഔട്ട് ഓഫ് ദാറ്റ് ബ്ലോക്ക്. സോ നമുക്ക് ഈ ഫോർ ലൂപ്പിൻ്റെ അകത്ത് പുറത്തൊന്നും വരില്ല കേട്ടോ. ബ്രേക്ക് 1 യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് ഫോർ ലൂപ്പിൻ്റെ അകത്ത് പുറത്തൊന്നും വരില്ല. അല്ലെങ്കിൽ ഈ 1 എന്ന് പറയുന്നത് അല്ലേ, 1ൻ്റെ അകത്ത് ഇതൊന്നും വരില്ല. ഓക്കെ, ഇവിടെ നമ്മൾക്ക് നിർത്താം. ഇനി കണ്ടിന്യൂ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചുതരാം. ഓക്കെ. എന്നിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ഉണ്ട്, റിട്ടേണും ഉണ്ട് കേട്ടോ. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഫംഗ്ഷൻസിലൊക്കെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാറില്ലേ. നമ്മൾ കോളറിലേക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, കോളർ ഓഫ് ദി മെത്തേഡ് അതിലേക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ്റെ അകത്ത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുക. ആരാണോ ഫംഗ്ഷനെ വിളിച്ചത് ആ വിളിച്ച ആളിലേക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാറ്. അതും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാം. പക്ഷേ അതൊരുപാട് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടില്ല. മെത്തേഡ്സ് ഒക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ ക്ലാസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലോട്ട് പോകണം. സോ ഞാൻ പെട്ടെന്ന് കണ്ടിന്യൂയും റിട്ടേണിൻ്റെയും റെക്കോർഡ് ലെക്ചർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. അത് നിങ്ങൾ കേൾക്കണം. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഐ വിൽ ബി ഇൻട്രൊഡ്യൂസിങ് ക്ലാസ്സസ്. നമ്മൾ കാര്യമായിട്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ക്ലാസ്സസ് ആണല്ലേ. ക്ലാസ്സസ് ഇല്ലാതെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് നമുക്ക് പഠിക്കാൻ പറ്റില്ല. സോ ക്ലാസ്സസ് എന്ന് പറയുന്നത് മേജറായി അത് മിസ്സാക്കാണ്ട് നോക്കുക. ഇതിൻ്റെ ക്ലാസ്സസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തുടങ്ങും. അന്നേരം അതിൻ്റെ അകത്താണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ച് പറയുന്നത്. അല്ലാതെ ഇത്രയും കാലം പഠിച്ചതൊക്കെ നമ്മൾ സീലും ഒക്കെ ചെയ്ത കാര്യങ്ങളാണ്. പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇത്രയും കാലം പഠിച്ചതൊക്കെ. ഏകദേശമൊക്കെ അതുപോലെ തന്നെയാണ് അല്ലേ. നെക്സ്റ്റ് അടുത്ത ഇതിലാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പറയുമ്പോഴാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അപ്രോച്ച് പഠിക്കുന്നത്. ഓക്കെ. സോ ഐ വിൽ സ്റ്റോപ്പ് ഹിയർ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇന്ന് എത്ര ക്ലാസ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? മൂസീന പോയോ? മൂസീന പോയിന്ന് തോന്നുന്നു. സലാഹുദ്ദീൻ ഉണ്ടോ അവിടെ? സലാഹുദ്ദീൻ ഇല്ലേ? എന്നാ സൈനുൽ ആബിദ് ഉണ്ടോ? ഒന്നും മിണ്ടാനുള്ള ഉറങ്ങുവാണ് നിങ്ങളൊക്കെ. എന്നാ ഇർഫാന പറയും. ഞാൻ പറയുന്നൊന്നും കേൾക്കണില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക്. അത് നിങ്ങൾ പറയുന്നത് എനിക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ. സോ ഐ വിൽ സ്റ്റോപ്പ് ഹിയർ. എന്തായാലും ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ ഐ വിൽ ബി സെൻഡിങ് ഇറ്റ്. ഫൈൻ. ഓക്കെ. താങ്ക് യു.